നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ 2024 മെയ് മാസം 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മെയ് മാസം 14-ാം തീയതിയിടന്ന് സൂര്യൻ രാശി മാറുകയാണ് വൈകുന്നേരത്തോടുകൂടി. അപ്പോൾ 15-ാം തീയതിയാണ് സംക്രമണമായിട്ട് ആചരിക്കുന്നത്. 19-ാം തീയതി ശുക്രനും രാശിമാറ്റം ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് 12 മുതൽ 19 വരെയുള്ള ഫലങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടതില്ല. അപ്പോൾ വ്യാഴത്തിനിപ്പോൾ രാശിമാറ്റം മെയ് 1-ാം തീയതി ഉണ്ടായെങ്കിലും വ്യാഴത്തിന് പ്രവർത്തിക്കുന്നതിന് സാധിച്ചിട്ടില്ല. അതായത് അതൊന്ന് ശുഭാവസ്ഥയിലെത്തിയില്ല. വ്യാഴം രാശി മാറിയെങ്കിലും സൂര്യനുമായിട്ട് ഒരു ഗ്രഹം 6 മുതൽ 12 ഡിഗ്രിക്കുള്ളിൽ വരുമ്പോൾ അത് പാപഗ്രസ്തനാവുകയാണ്. സൂര്യൻ വലിയൊരു പാപഗ്രഹമാണ്. അങ്ങനെ വ്യാഴം സൂര്യനുമായിട്ട് ഇപ്പോൾ ഇടവം രാശിയിൽ യോഗം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെയ് മാസം 6-ാം തീയതി മുതൽ ജൂൺ 7-ാം തീയതി വരെ വ്യാഴം കമ്പസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അസ്തമിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ജൂൺ മാസം 7-ാം തീയതി ആകണം. അശ്വതി ഭരണി കാർത്തികാദി കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാർക്ക് അവരുടെ 2-ാം ഭാവത്തിലേക്ക് വ്യാഴമാറ്റത്തിൽ വ്യാഴം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ എങ്കിലും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഇല്ല എന്ന് പറയാം. കാരണം വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഗുണം അനുഭവിക്കുക പ്രയാസമാണ്. എങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് വിജയമുണ്ടാകുന്നതിന് സാധിക്കും. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ശമ്പള വർധനവ് കിട്ടാനോ വല്ല ലോണ് പാസ്സാവാൻ കിടക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലിക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുക, അല്ലെങ്കിൽ ജോലി റെഡിയായിരിക്കുക, അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണിതെന്ന് പറയാം. അതുപോലെ തന്നെ ജന്മത്തിൽ ബുധനും ശുക്രനും ഇരിപ്പുണ്ട്. ലക്ഷ്മി യോഗം അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ആ പേര് പോലെ തന്നെ കുറച്ച് ഗുണഫലങ്ങളെയൊക്കെ കിട്ടുന്ന ഒരു യോഗമാണ് ലക്ഷ്മി യോഗം. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 11-ലെ ശനിയുടെ ഒരു ഫലവും ഇപ്പോൾ തൊട്ട് കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. കാരണം ആ ഒരു ദൃഷ്ടി മാറി കിട്ടിയത് കൊണ്ട് അപ്പോൾ നമുക്ക് ശനിയുടേതായിട്ടുള്ള ഒരു ഫലമൊക്കെ കിട്ടി തുടങ്ങി. ശനി 11-ാം ഭാവത്തിൽ, അപ്പോൾ ശനിയിലൂടെ അതായത് ഭൂമി വാങ്ങുക, അല്ലെങ്കിൽ കച്ചവടം, അതായത് ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ, കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ, ഭൂമിയിൽ നിന്നുമുള്ള ആദായമെടുക്കുന്ന കൃഷികൾ, അതായത് കർഷകർ ഡയറി ഫാം ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ, മക്കളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ എന്തെങ്കിലും കേൾക്കുന്നതിന് സാധ്യമാകുന്ന സമയം, അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതിനേക്കാൾ കുറച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരാഴ്ചയായിരിക്കും ഇത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വ്യാഴവുമായിട്ട് യോഗം ചെയ്യുന്നു. അപ്പോൾ വലിയൊരു ഗുണം കിട്ടുക പ്രയാസമാണ്. നന്നായി വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം, ചിലവ് കൂടി വരുന്ന ഒരു സമയമാണ്. 1000 രൂപ വരവുണ്ടെങ്കിൽ 1000 രൂപയുടെ കടവും കൂടെ ഉണ്ടായിട്ട് 2000 രൂപയുടെ ഒരു ചിലവ് വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, പണം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മുടെ രൂപയൊക്കെ എങ്ങോട്ട് പോയി എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു സമയത്തിലിരിക്കുകയാണ്. എന്നാൽ പോലീസ്, പട്ടാളം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന ഒരാഴ്ചയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലി എടുക്കുന്നവർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ പൊതുവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരാഴ്ചയായിരിക്കും. ശങ്കരനാരായണ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നാരായണായ എന്ന നാമം ജപിച്ച് ശങ്കരനാരായണ സ്വാമിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തേണ്ട ഒരാഴ്ചയായിരിക്കും ഇത്. മറ്റുള്ള മതസ്ഥർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രാർത്ഥനയോടുകൂടി ജീവിക്കേണ്ട സമയമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്ന സമയം, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ വന്നു കയറുന്ന സാധ്യതയുണ്ട്. അസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്.
അതുപോലെ ഡോക്ടറെ കണ്ടാൽ അതിനൊരു മുടക്കം വരാതെ കണ്ടുകൊണ്ടിരിക്കേണ്ട സമയം. എന്നാൽ ലക്ഷ്മി യോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങൾ വരും, പക്ഷേ ചിലവുകൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യത ഉള്ള ഒരു സമയമാണ്. ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുക പ്രയാസമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഭാഗ്യം നമ്മുടെ കൈവെള്ളയിൽ വരും, പക്ഷെ അനുഭവിക്കുന്നതിന് ചെറിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പ്രീതി നേടിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഗ്രാൻഡുകളൊക്കെ കിട്ടാൻ പ്രതീക്ഷിച്ച് അതിന് വേണ്ടി കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ലോണ് അല്ലെങ്കിൽ ശമ്പള വർധനവ് മുതലായവ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടുന്ന സമയമാണ്. ഈ വ്യാഴമാറ്റം ഉണ്ടായപ്പോൾ വ്യാഴം 11ാം ഭാവത്തിലേക്ക് കർക്കിടകം രാശിക്കാർക്ക് വന്നിരിക്കുന്ന സമയമാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജൂൺ മാസം 7-ാം തീയതി കഴിയണം. അതുവരെ വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക. വിഷ്ണു ഭജനം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. യാത്രകൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം, അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട്. നന്നായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അഷ്ടമശനിയുടെ കാലമാണ്. ശനി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കർമ്മരംഗത്ത് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യക്കുറികൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിലൊക്കെ നമുക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടം. ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനവോ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതും കിട്ടും. കർമ്മരംഗത്തൊരു പുഷ്ടി വരുന്ന ഒരു സമയമാണിത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജോലി എക്സ്പെക്റ്റ് ചെയ്യുന്നവർ PSC പരീക്ഷകളോ അല്ലെങ്കിൽ എൻട്രൻസ് പോലുള്ള പരീക്ഷകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പരിപൂർണമായിട്ട് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളോ ജോലി പ്രമോഷനോ ശമ്പള വർധനവ്, ദമ്പതിമാർ തമ്മിൽ ഇപ്പോൾ ഒരു ചിങ്ങം രാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ കണ്ടകശനി നടക്കുകയാണ്. ദമ്പതിമാർ തമ്മിൽ ഐക്യക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ ഒരു ആഴ്ചയിലെ ഫലം പറയുകയാണെങ്കിൽ 19-ാം തീയതി വരെയുള്ള കാര്യം ആണെങ്കിൽ കുറച്ച് സ്നേഹബന്ധങ്ങളൊക്കെ ഒന്ന് കൂടി ദമ്പതിമാർ തമ്മിൽ ഒരു ഐക്യം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുന്ന സമയമാണ്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ അങ്ങനെയോ അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ, ചുമന്ന കുരുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. മുറിവ്, ചതവ് ഇത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. യാത്രകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഓപ്പറേഷനൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഒരാഴ്ച, അതായത് മെയ് മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഫലത്തിൽ ഒരു മാറ്റമുണ്ടാകും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് പോവുക. ഗർഭാശയ സംബന്ധമായിട്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. കൺസീവ് ചെയ്തിരിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ധനപരമായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെലവുകളൊക്കെ വന്ന് ധനപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയവും കൂടിയാണ് ഈ ഒരാഴ്ച. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭേദപ്പെട്ട ഒരു സമയമാണിത്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടായപ്പോൾ ചെറിയൊരു മാറ്റം വന്നിരുന്നു. എങ്കിലും അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജൂൺ മാസം 7-ാം തീയതി കഴിയേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ്. പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പിതാവിനുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഐക്യക്കുറവൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംശയകരമായ സാഹചര്യങ്ങളിൽ ചെന്ന് നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്പോസിറ്റ് സെക്സിലുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചീത്തപ്പേരൊക്കെ കേൾക്കുന്നതിന് യോഗമുള്ള ഒരു സമയമാണിത്. അതുപോലെ നമുക്ക് ഒത്തിരി വാശി, ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ഭാഗം ജയിക്കണമെന്നൊക്കെ ചെറിയ വാശിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദേഷ്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച്, വാശിയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയും നന്നായിട്ട് ഭഗവാനെ വിഷ്ണുവിനെ ഓം നമോ നാരായണായ എന്ന് നിത്യവും ജപിച്ച് വിഷ്ണു പ്രീതി വരുത്തി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്.
ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമയം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല. ഈ വ്യാഴമാറ്റം ഉണ്ടായപ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈശ്വരാധീനം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അതുപോലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് കുറച്ച് പ്രയാസമുള്ളൊരു സമയമാണ്. നന്നായി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. സ്കിന്നുമായി ബന്ധപ്പെട്ട് ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ അല്ലെങ്കിൽ ചെറിയ കുരുക്കളോ എന്തെങ്കിലുമൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശിവക്ഷേത്രത്തിലെ ശിവഭഗവാനെ ഭാഗ്യസൂക്തങ്ങൾ കൊടുക്കുന്നതും ധാര, പിൻവിളക്ക് ആദിയായവ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. മറ്റുള്ള മതസ്ഥർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരാഴ്ചയാണിത്. ഉദര സംബന്ധമായിട്ട്, അതായത് ട്യൂബൽ ഓർഗൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെറുകുടൽ, അന്നനാളം, ഞരമ്പുകൾ മുതലായവയൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. കൂട്ടുകാരെ 100% വിശ്വസിക്കാൻ പറ്റിയ ഒരു സമയം അല്ല. പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാർക്ക് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് 4ാം ഭാവത്തിൽ. എങ്കിലും ഈ ഒരു വ്യാഴമാറ്റം ഉണ്ടായപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കേണ്ട രാശിയാണ്. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ ജൂൺ മാസം 7-ാം തീയതി ആയാൽ മാത്രമേ കിട്ടിത്തുടങ്ങുകയുള്ളൂ. അതുവരെ വ്യാഴം അസ്തമിച്ചിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗത്തിന് കുറവുണ്ടാകുന്ന സമയമാണ്. കല്യാണം ആലോചിച്ചിരിക്കുന്നവർക്ക് അടുത്ത് അതായത് ഈ ധനുമാസം ആയാൽ മാത്രമേ നല്ലൊരു കല്യാണമൊക്കെ തരപ്പെട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വരവ് സമം ചിലവ് എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന ഒരു സമയമാണ്. വരവുണ്ടാകും, പക്ഷെ അതുപോലെ തന്നെ ചിലവുകളും വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്മൽ, ജലദോഷം, അലർജിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ഇതൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. കർമ്മരംഗത്ത് അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം. കർമ്മരംഗത്ത് ശത്രുക്കളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വ്യാഴമാറ്റം ഉണ്ടായപ്പോൾ വ്യാഴം 6ാം ഭാവത്തിലോട്ട് മാറി സൂര്യനുമായിട്ട് ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാഴത്തിന് ശക്തി കുറവാണ്. നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്. കുടുംബത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം, തർക്കം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അമ്മയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അമ്മയ്ക്ക് ആരോഗ്യപരമായി വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം ഒരു 2-3 മാസത്തെ കോഴ്സിനെങ്കിലും ചേർന്നിട്ട് ഒരു ബ്രേക്ക് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ കർമ്മരംഗത്ത് ശത്രുക്കൾ ധാരാളം ഉണ്ടാവുക, അല്ലെങ്കിൽ ജോലി മാറിപ്പോവുക. ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പ്രമോഷനോ എന്തെങ്കിലും നമ്മൾ ഈശ്വര പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ്നെസ് ഉണ്ടാകും. കർമ്മരംഗത്തൊരു മാറ്റം അനിവാര്യമാണ്. അപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്ലസ് പോയിന്റ് നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ ജോലി നഷ്ടപ്പെട്ടു പോകാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ പാര വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടാവുകയെങ്കിലും ചെയ്യും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു രാശിമാറ്റം, അതായത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണങ്ങളെ കൊടുക്കുന്ന രാശിമാറ്റമാണ്. പക്ഷെ അതിനും ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ജൂൺ മാസം 7-ാം തീയതി ആവേണ്ട ആവശ്യമുണ്ട്. ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു രാശിയാണ്. വീടിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞുങ്ങൾ തമ്മിലും മാതാപിതാക്കളുമായിട്ടൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു സമയമാണ്. സഹോദരങ്ങളുടെ കൊണ്ട് ഗുണം കിട്ടാത്ത ഒരു സമയം, സഹോദര ഗുണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ്. സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഭാഗ്യം നമ്മുടെ കൈവെള്ളയിൽ വരും. നമുക്ക് അനുഭവിക്കുന്നതിന് ചെറിയ പ്രയാസമുണ്ടാകുന്ന സമയം. ഭാഗ്യസൂക്തങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് അർത്ഥം. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി പോകേണ്ടതാണ്. കുറച്ച് മെച്ചപ്പെട്ട ഒരു സമയമാണ്. മുന്നത്തതിനേക്കാളിലും കുറച്ചൊരു മാറ്റമുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയാം.
അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജന്മശനിയാണ്. അപ്പോൾ ഏഴാണ്ട് ശനിയുടെ സെക്കൻഡ് സ്റ്റേജിൽ ഇരിക്കുകയാണ്. അഷ്ടമത്തിലിരിക്കുന്ന കേതുവും ഒന്നും ഗുണമല്ല. പക്ഷെ വ്യാഴമാറ്റം ഉണ്ടായപ്പോൾ ഒരു മാറ്റമുണ്ടായ വളരെ ഒരു മാറ്റം, റിമാർക്കബിൾ ചേഞ്ച് തന്നെ ഉണ്ടായ ഒരു രാശിയാണ് കുംഭരാശി എന്ന് പറയുന്നത്. മൂന്നാം ഭാവത്തിലിരുന്ന വ്യാഴം 4ലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ ധാരാളം ധനം വരും. പക്ഷെ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? കത്തിപ്പോകുന്നു. നമ്മൾ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വെക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ, ആരെങ്കിലും വന്ന് ഇത് പറഞ്ഞ് നമ്മളെ പറ്റിച്ചെങ്കിലും ഇത് അടിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. സാമ്പത്തിക വിഷയത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. യാത്രകൾ ശ്രദ്ധിക്കുക. മുറിവ്, ചതവ് ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു രാശി മാറ്റം കിട്ടണമെങ്കിലും ഈ ഒരു സമയമാവണം. അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ജൂൺ 7 ആവണം. അപ്പോൾ മാത്രമേ നമുക്കൊരു ഗുണഫലം കിട്ടുകയുള്ളൂ. അതുവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തേതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള ഒരു സമയമാണ് ഈ ആഴ്ച എന്ന് പറയാം. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാണ്ട് ശനിയുടെ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വ്യാഴമാറ്റം വന്നതോടുകൂടി പുരട്ടാ ഈ മീനരാശിക്കാർക്ക് ഒരു മോശം കാലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറി സൂര്യനോടുകൂടി ഇരിക്കുകയാണ്. പാപബന്ധിതനാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അസ്തമയത്തിലിരിക്കുന്നു എന്ന് പറയാം വ്യാഴം. അപ്പോൾ നമുക്ക് വ്യാഴത്തിന് വേണ്ടിയിട്ട് വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക. അല്ലെങ്കിലും ഈ ഒരു വർഷക്കാലം, വരുന്ന ഒരു വർഷക്കാലം വിഷ്ണു ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് അവരവരുടെ ജന്മനക്ഷത്രത്തിന് പാൽപ്പായസം കൊടുക്കുന്നതിനും വിഷ്ണു സഹസ്രനാമ അർച്ചന കൊടുക്കുന്നതും വിഷ്ണു സഹസ്രനാമ നിത്യവും ജപിക്കുന്നതും ദിവസവും 336 തവണ ഓം നമോ നാരായണായ എന്ന് ജപിച്ച് മഹാവിഷ്ണുവിൻ്റെ പ്രീതി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെയധികം നേട്ടം ഉണ്ടാകുമെന്ന് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരു ഉൾവലിയുന്ന ഒരു സ്വഭാവം, അതായത് മുന്നോട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് കാലിബർ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് തള്ളേണ്ടി വരും. ഇതിനൊക്കെയുള്ള സമയമാണ്. നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു രാശിയാണ് മീനം രാശി എന്ന് പറയാം. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ആൾക്കാർ, ജോലി ചെയ്യുന്നവർ, അതായത് കൺസൾട്ടൻസികളൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ വളരെയധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരാഴ്ചയാണിത്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതൽ. ബിസിനസ്സുകാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെയധികം ഗുണം കിട്ടും. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ശുഭകരമായിട്ടുള്ള ഒരാഴ്ചയാണ് ഈ മെയ് 12 മുതൽ മെയ് 19 വരെയുള്ള സമയം എന്ന് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.